സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് നോൺ ആസ് ഡാഷ്. സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് ഡാഷ്. സോ 4 ഓപ്ഷൻസ് ഉണ്ട്: കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്, സ്റ്റാറ്റിക്സ്, നൺ ഓഫ് ദീസ്. സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിരവധി A-ലെവൽ എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഓവർസിയർ എക്സാം ലെവലിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഈസ് സ്റ്റാറ്റിക്സ്. സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ തന്നെ 2 ആളുകളെ ചേർത്ത് വിളിക്കുന്നത് ലിക്വിഡും ഗ്യാസും. ഇവരെ രണ്ടിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്തോ? ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു 2 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് തന്നെ ഏതൊക്കെ സ്റ്റേറ്റിൽ ഇരിക്കാം? റെസ്റ്റിലിരിക്കാം, അല്ലെങ്കിൽ മോഷനിലാവാം. അപ്പം റെസ്റ്റിലുള്ള ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സ്റ്റഡിക്കാണ് എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻസിൽ വേറെ 2 ആളുകളെയും കൂടെ കാണാം, ഡൈനാമിക്സും കൈനമാറ്റിക്സും. അപ്പോൾ അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ, ഈ കൈനമാറ്റിക്സും ഡൈനാമിക്സും രണ്ടും എന്താ? സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ ആണ്. രണ്ടും അത് തന്നെ. പക്ഷെ അതിനകത്ത് വ്യത്യാസം, സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ വിത്തൗട്ട് ടേക്കിംഗ് ഫോഴ്സസ് കോസിങ് മോഷൻ. അതായത് ഏത് ഫോഴ്സ് കാരണം ആണ് ഈ മോഷൻ സംഭവിക്കുക? കാരണം ഒരു മോഷൻ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പോൾ ഏത് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മോഷനെ കോസ് ചെയ്ത ഏത് ഫോഴ്സ് ആണ്, അതിനെ കൺസിഡർ ചെയ്യാതെ ഉള്ള ടൈപ്പ് ഓഫ് സ്റ്റഡിക്കാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ടേക്കിങ്ങിനേക്കാൾ കുറച്ചുകൂടെ നല്ല വാക്ക് കൺസിഡറിങ് നേക. നെക്സ്റ്റ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതും എന്താണ്? സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താ? ബൈ കൺസിഡറിങ് ഫോഴ്സസ് കോസിങ് മോഷൻ. അപ്പൊ ഇത് 3ഉം പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പം 3 രീതിയിലാണ് പഠിക്കാൻ പറ്റുന്നത്. എന്താ? സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് ആണെങ്കിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സസ് കോസിങ് മോഷൻ ആണെങ്കിൽ എന്താ? കൈനമാറ്റിക്സ്. അഗെയിൻ ഫ്ലൂയിഡ്സ് ഇൻ മോഷനെ തന്നെ സ്റ്റഡി ചെയ്യുക, പക്ഷേ എന്തുവാ? ആ മോഷൻ കോസ് ചെയ്ത ഫോഴ്സസിനെയും കൂടെ കൺസിഡർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്ത് പറയും? ഡൈനാമിക്സ് എന്ന് പറയും. സോ ഇത് 3ഉം റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ്. 4 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഓൾവേസ് എക്സ്പാൻഡ്സ് until it fills any container, has the same shear stress at a point regardless of its motion, cannot remain at rest under action of any shear force, last, cannot be subjected to shear force. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ, ചാറ്റിൽ ഇട്ടാൽ മതി. എന്തായിരിക്കും? അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ലിക്വിഡും ഗ്യാസിനും ചേർന്ന് വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. അപ്പോൾ ലിക്വിഡും ഗ്യാസും അല്ലാതെ വേറൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ട്. എന്താണ്? സോളിഡ്. അത് നമുക്കറിയാം. ഇപ്പം ഒരു ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലൂയിഡും, ഇതിപ്പോൾ ഒരു സോളിഡ് ആണെന്ന് വെച്ചോ, ഇത് സോളിഡ്, ഇത് ഫ്ലൂയിഡ്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള വ്യത്യാസം എന്തുവാ? സോളിഡും ഫ്ലൂയിഡും തമ്മിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ 2 എണ്ണത്തിന് സോളിഡ് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഫ്ലൂയിഡിലും ഒരു ഫോഴ്സ് കൊടുക്കുക, സേ F, ചുമ്മാ റാൻഡം ആയിട്ട് കൊടുക്കുക. സോളിഡ് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്താൽ
ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇതൊന്ന് ജസ്റ്റ് നീങ്ങിയിട്ട് എന്ത് ചെയ്യും, ഒരു തീറ്റ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ കയ്യിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സംഭവം, ഒരു ബോക്സ് എടുത്തിട്ട് നിങ്ങൾ തള്ളി നോക്കിയാൽ മതി. ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് അല്ലേ, തള്ളി എന്ത് പറ്റും, കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ മൂവ്മെന്റ് ഇതുപോലെ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, പിന്നെ ഈ സെയിം ഫോഴ്സ് തന്നെ അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും, അവിടെ നിൽക്കും. പിന്നീട് ഇതിന് മൂവ്മെന്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം, എങ്കിലേ പിന്നെ നീങ്ങത്തുള്ളൂ. ഒരു സെയിം ഫോഴ്സ് കൊടുത്താൽ ഒരു കുറച്ച് ദൂരം ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ട് കുറച്ച് ദൂരം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ട് എന്ത് ചെയ്യും, അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നീട് ഇതിന് മൂവ്മെന്റ് വരണമെങ്കിൽ നമ്മൾ ഈ കൊടുത്ത എഫ് എന്നുള്ളത് മാറ്റി അതിനേക്കാൾ വലിയൊരു ഫോഴ്സ് കൊടുക്കണം. അങ്ങനെ തന്നെയല്ലേ ഒരു സോളിഡില്. പക്ഷെ ഫ്ലൂയിഡിൽ അങ്ങനെ നിങ്ങൾ എഫ് കൊടുത്താൽ എന്ത് സംഭവിക്കും, മാറ്റാതിരുന്ന ഇതെന്ത് ചെയ്യും, നീങ്ങിക്കൊണ്ടേയിരിക്കും. തീറ്റ ടു, കാരണം പുതിയ ഫോഴ്സ് കൊടുക്കണ്ട, ഈ ഒറ്റ ഫോഴ്സ് എഫ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് കൊടുത്താൽ തന്നെ, ഈ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ഈ സാധനം എന്ത് ചെയ്യും, ഇങ്ങനെ ആവും. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് ഡീഫോം ചെയ്തോണ്ടേ ഇരിക്കും. കാരണം കണ്ടിട്ടില്ലേ, നിങ്ങൾ ഒരു ടേബിളിൽ വല്ല ഒരു വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഊതി നോക്ക്. ഊതുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എയറിന്റെ ഒരു ഫോഴ്സ് കൊടുക്കുന്നതിന് തുല്യ. അന്നേരം എന്ത് പറ്റും, ഈ വെള്ളം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. എന്തുകൊണ്ട്, കാരണം അവിടെ അടിയിലുള്ള ഫ്രിക്ഷനും കാര്യങ്ങളും കൊണ്ടിട്ട്. പക്ഷെ ഒറിജിനലി എന്താ, നമ്മൾ ആ ഒരു ഫോഴ്സ് കൊടുത്താൽ, ഐഡിയലി ഫോഴ്സ് കൊടുത്താൽ എന്ത് പറ്റണം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, ഡീഫോം ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഫ്ലൂയിഡും സോളിഡും തമ്മിലുള്ള ഏറ്റവും ബേസിക് ഡിഫറൻസ് എന്താ, ഡീഫോർമേഷൻ. ഒരു ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ഡീഫോർമേഷൻ സംഭവിക്കുന്ന സാധനമാണ് എന്ത്, ഫ്ലൂയിഡ്. ഇനി ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് always expand until it fills a container, has the same shear stress at a point regardless of its motion, cannot remain at rest under the action of any shear force, cannot be subjected to shear force. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാ ഓപ്ഷൻ വരാനാ സാധ്യത? എന്തായിരിക്കും? ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കൊടുത്താൽ cannot remain at rest under the action of any shear force. എന്ത് ചെയ്യും, ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ ഡീഫോർമേഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ഡീഫോർമേഷൻ അറ്റ് എ ഗിവൺ ഫോഴ്സ്. ഇത് ബേസിക് ആയിട്ടുള്ള സംഭവമാണ്, ഒരു കൺസെപ്റ്റാണ് ഫ്ലൂയിഡിന്റെ. ബട്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കുക, അന്നേരം കൺഫ്യൂസ്ഡ് ആവില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഡൗട്ട് തോന്നാം, ഓൾവേസ് എക്സ്പാൻഡ് അണ്ടിൽ ഇറ്റ് ഫിൽസ് എനി കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ശരിയായിക്കൂടെ എന്ന്. എന്തുകൊണ്ടോ? കാരണം ഇതൊരു കണ്ടെയ്നറാന്ന് വെച്ചോ, ഇപ്പം ഞാൻ ഈ കണ്ടെയ്നറിൽ എയർ നിറയ്ക്കുക, എയർ ഇതിനകത്ത് നിറച്ചാൽ എന്ത് പറ്റും, ഈ കണ്ടെയ്നർ എടുക്കുന്ന ഇത് ഫുള്ള് നിറയും. അതേസമയം കുറച്ചുകൂടെ ചെറിയ കണ്ടെയ്നർ എടുക്കുക, എന്നിട്ട് ഈ എയറിനകത്ത് ഇട്ടാലും എന്ത് ചെയ്യും, ഈ കണ്ടെയ്നർ ഫുള്ള് നിറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, കാരണം ആദ്യത്തെ ഓപ്ഷൻ ഓൾവേസ് എക്സ്പാൻഡ് അണ്ടിൽ ഇറ്റ് ഫിൽസ് എനി കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിയാവാമല്ലോ എന്ന്. പക്ഷെ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഫ്ലൂയിഡ് എന്നാ പറഞ്ഞ. ഇത് ഞാൻ എന്താ പറഞ്ഞത്, എയർ അല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ ഇതേ കേസ് ഇതൊരു ഇതൊരു കണ്ടെയ്നറാ, അതിനകത്തേക്ക് ഞാൻ ലിക്വിഡ് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചാൽ എന്ത് പറ്റും, ഫുള്ള് നിറയുമോ, എല്ലായിടത്തും പോയി ഫില്ല് ചെയ്യുമോ, അതോ വെള്ളത്തിന്റെ വോളിയം എത്രയാണോ അത്രയും മാത്രം നിൽക്കുമോ? അങ്ങനെയല്ലേ നിൽക്കൂ, അല്ലാതെ ഈ കണ്ടെയ്നർ ഫുള്ള് പോയി വെള്ളം നിറയുമോ? ഇല്ല. ഇപ്പം ഗ്യാസിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് എന്തോ കണ്ടെയ്നർ ഫുള്ള് നിറയും എന്ന് പറയുന്നത്. വാട്ടർ എന്തായിരിക്കും, അതിന്റെ വോളിയം മാത്രം മെയിൻറ്റെയിൻ ചെയ്യും. സോ ഗ്യാസിന്റെ കേസിൽ ശരിയാവും, വാട്ടറിന്റെ കേസ് അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ കേസിൽ എന്താവില്ല, ശരിയാവില്ല. പക്ഷെ ഫ്ലൂയിഡ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗ്യാസ് എന്നോ ലിക്വിഡ് എന്നോ അല്ലല്ലോ, ഫ്ലൂയിഡ് എന്നല്ലേ പറഞ്ഞു. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും, ഗ്യാസും വരും ലിക്വിഡും വരും. സോ അങ്ങനെ വരുന്നത് കൊണ്ട് ഈ ഓപ്ഷൻ എന്ത് വരില്ല, ശരി വരുന്നില്ല. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേണം എടുക്കാൻ എപ്പോഴും. സോ ഈ കേസിൽ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ A ലെവൽ എക്സാമിന് യൂഷ്വലി ഫ്ലൂയിഡ് മെക്കാനിക്സ് ന്യൂമറിക്കൽ കുറച്ച് യൂഷ്വലി വരാറുണ്ട്. സോ അതുകൊണ്ട് ന്യൂമറിക്കൽസ് നമ്മുടെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
Third question. 1 liter of a certain fluid weighs 12 Newton. What is the specific volume? Specific volume എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്പെസിഫിക് വോളിയം എന്താ? സ്പെസിഫിക് വോളിയം എന്താണെന്ന് അറിയണം, എങ്കിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കാറുണ്ട് ഫ്ലൂയിഡിൽ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് സ്പെസിഫിക് വോളിയം. എന്താണ് സ്പെസിഫിക് വോളിയം? സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ബൈ മാസ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാസിലുള്ള വോളിയം എത്രയാണ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ് എന്താ? സ്പെസിഫിക് വോളിയം. ഇത് കാണുമ്പം നിങ്ങൾക്ക് സിമിലർ ആയിട്ട് വേറൊരാളെ കാണും, ഇത് വോളിയം ബൈ മാസ് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ട് വേറൊരാളുണ്ട്, മാസ് പെർ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ മാസ് ബൈ വോളിയം. അതാരാ? അതിനെന്ത് പറയാം? ഡെൻസിറ്റി, അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയാം. ഇതെല്ലാവർക്കും അറിയായിരിക്കും, മാസ് ഡെൻസിറ്റി എന്താ? മാസ് പെർ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ വെറുതെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി ഉദ്ദേശിക്കുന്നത്. പക്ഷെ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതെന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് മാസിൽ എത്ര വോളിയം ഉണ്ട്, അല്ലെങ്കിൽ വോളിയം ഡിവൈഡഡ് ബൈ മാസ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്പെസിഫിക് വോളിയത്തിന് എങ്ങനെയും എഴുതാം. സ്പെസിഫിക് വോളിയം എന്തായിരിക്കും? റെസിപ്രോക്കൽ ഓഫ് എന്താ? ഡെൻസിറ്റി. ഇങ്ങനെയും പറഞ്ഞൂടെ? സോ ഇത് മൂന്നും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സെഷനിലൂടെ പഠിക്കുന്നവരാണെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങളൊരു ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലാതെ പേപ്പറിൽ എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ. ബട്ട് പേപ്പർ എഴുതുന്നവർ സൂക്ഷിച്ച് വെക്കാൻ നോക്കുക. സോ നമ്മൾ പറയുന്ന കൺസെപ്റ്റ്സ് നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് പോകുക. കാരണം നമ്മൾ സിലബസിൻ്റെ അതേ ഓർഡറിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു റിവിഷൻ പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ചെയ്തോ. സ്പെസിഫിക് വോളിയം എന്താണെന്ന് കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ യൂണിറ്റ് കൂടെ പറയാം നമുക്ക്. വോളിയം ബൈ മാസ്. ഇപ്പം യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. അപ്പം മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ് എന്തോ സ്പെസിഫിക് വോളിയത്തിൻ്റെ യൂണിറ്റ്. ഇനി ഡയമെൻഷൻ എന്തായിരിക്കും ഇതിൻ്റെ? ഞാൻ പുതിയ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. അപ്പം ഇനി ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഓരോ പാരാമീറ്റർ കാണുമ്പോഴും നിങ്ങളിത് ചിന്തിച്ചോണം. ഇപ്പോൾ യൂണിറ്റ് പറഞ്ഞു. ഇനി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ml/(T⁻²), അല്ലെങ്കിൽ അങ്ങനെ മാസ്, ലെങ്ത്, ടൈം അതിൻ്റെ ടേംസിൽ എഴുതുന്നു. ബേസിക് പാരാമീറ്റേഴ്സിൻ്റെ ടേംസിൽ എഴുതുന്നു. അപ്പോൾ മീറ്റർ ക്യൂബ് അല്ലേ? മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? L3. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? m⁻⁻⁻⁰ L3 അല്ലേ? ഇതായിരിക്കും ഇതെൻ്റെ ഡയമെൻഷൻ. ഇപ്പം യൂണിറ്റും പഠിച്ചു, ഡയമെൻഷനും പഠിച്ചു. ഓക്കെ, ഇനി ഇത് ചെയ്യാമല്ലോ. സ്പെസിഫിക് വോളിയം ഇപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് 1 ലിറ്റർ ഓഫ് എ സർട്ടൺ ഫ്ലൂയിഡ് വെയിറ്റ് 12 ന്യൂട്ടൺ. ഇവർ പറഞ്ഞേക്കുന്ന 1 ലിറ്റർ ഫ്ലൂയിഡ് ഉണ്ട്, വെയിറ്റ് 12 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ച യൂണിറ്റ് എന്ത്? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഇപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ക്യൂബ്? 10⁻³ മീറ്റർ ക്യൂബ്. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തോ 1000 ലിറ്റർ ആണ്. അപ്പം ഇങ്ങനെയുള്ള ബേസിക് കൺവേർഷൻസ് നമുക്കറിയണം. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? തിരിച്ചു വരുമ്പോൾ 10⁻³ മീറ്റർ ക്യൂബ് ആവും. അത് കിട്ടി. വോളിയം കിട്ടി. ഇനി ഇവിടെ വെയിറ്റാണ് തന്നേക്കുന്നത്, 12 ന്യൂട്ടൺ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതല്ലേ വെയിറ്റ്, mg. അങ്ങനെയാണെങ്കിൽ മാസ് ഇവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? വെയിറ്റ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വെയിറ്റ് 12 ന്യൂട്ടൺ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം ശരിക്കും 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എന്തെടുക്കുക? ന്യൂമറിക്കലിനൊക്കെ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 10 എടുക്കുക. അപ്പോൾ എത്ര വരും? 1.2
യൂണിറ്റ് എന്താ? കിലോഗ്രാം വരും. ഇപ്പൊ മാസ് കിട്ടി, വോളിയം എവിടെ? ആ വോളിയം കിട്ടി. ഇപ്പൊ സ്പെസിഫിക് വോളിയത്തിന് സ്മോൾ ലെറ്റർ വി ആണ് ഡിനോട്ട് ചെയ്യുന്നത്. വോളിയം 10⁻³ ഡിവൈഡഡ് ബൈ 1.2 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം വരും. എത്ര വരും ഇത് സോൾവ് ചെയ്ത്? അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂമറിക്കലൊക്കെ മീൻസ് കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് ട്രൈ ചെയ്യുക. കാരണം എക്സാമിന് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 1/, ഇത് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ഹൺഡ്രഡ് വരുമ്പോൾ 8, 0.00883 0.083 ഇൻറ്റു 10⁻². ഇവിടെ എത്ര? ട്രൈ ചെയ്യണം എല്ലാവരും. ഈ ന്യൂമറിക്കൽ മടി വിചാരിക്കല്ലേ. ഓൾമോസ്റ്റ് 8.3 ഇൻറ്റു 10⁻⁴ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. പിന്നെ അടുത്തിരിക്കുന്ന ഏത്? ഓൾമോസ്റ്റ് നമ്മുടെ ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഈ 10⁻⁴ വരുന്നത് -3 വരുന്നതൊക്കെ ശ്രദ്ധിച്ചോണം. കാരണം ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. 10⁻⁴ വരുന്നു, -3 വരുന്നു. വളരെ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ. നമ്മളത് തെറ്റിക്കരുത് ഒരിക്കലും എക്സാമിന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. നിങ്ങൾ ട്രൈ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ എങ്ങനെയാണെന്നുള്ള കാര്യം പറയാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാസ് ഓഫ് 2.5 m³ ഓഫ് എ സർട്ടൺ ലിക്വിഡ് ഈസ് 2 tons. മാസ് ഡെൻസിറ്റി അഗെയിൻ നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. മാസ് ഡെൻസിറ്റി എന്താണ്? മാസ് ഡെൻസിറ്റി ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ മാസ് ബൈ വോളിയം. എന്ത് വേണം? മാസ് വേണം, വോളിയം വേണം, അവരെ ഡിവൈഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. യൂണിറ്റ് എന്തായിരിക്കും? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിൻ്റെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇവിടെ നോക്കിയേ, എല്ലാത്തിൻ്റെ യൂണിറ്റ് സെയിമാ. അപ്പം ഈ യൂണിറ്റ് അറിഞ്ഞാലുള്ള ഗുണം, ചില സമയത്ത് എക്സാമിന് എന്ത് ചെയ്യും, 4 യൂണിറ്റിലായിരിക്കും ഉത്തരം തരുന്നത്. അപ്പം നമ്മുടെ സ്പെസിഫിക് വോളിയത്തിൻ്റെ ഉത്തരം ഏതെങ്കിലും ഒരെണ്ണത്തിലേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം ആ യൂണിറ്റ് അല്ലേ വരാൻ പറ്റൂ എന്ത് ഉത്തരം വന്നാലും. സോ ആ യൂണിറ്റ് ഉള്ളത് തന്നെ ഉത്തരം, ബാക്കിയെല്ലാം അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യുക. സോ അങ്ങനെയും കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് അതിന് ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ പലരും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ള, ഇപ്പം നമുക്കറിയാം, ഇപ്പം സ്പെസിഫിക് വോളിയം നിങ്ങൾക്ക് അറിയാം. എക്സാം ഹോളിൽ നമ്മൾ A-level എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി അറിയാമല്ലോ. അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ചോദ്യം കാണും. അപ്പം നമ്മുടെ മനസ്സിലൂടെ എന്താ തോന്നുന്നത്? ഓ, ഇതെനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി കയറി ഇതങ്ങ് ചെയ്യാൻ നിൽക്കും. പക്ഷേ ചിലപ്പോൾ ഉത്തരത്തിൽ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഓപ്ഷനുള്ള ഒറ്റ ഒരെണ്ണേ കാണത്തുള്ളൂ. അപ്പം അത്രയും സമയം കളയേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ സ്മാർട്ടായിട്ട് അവിടെ നോക്കുക. അപ്പോൾ ചോദ്യം വായിച്ചിട്ട് എത്ര അറിയാമെങ്കിലും ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം, 1 മിനിറ്റ് ആവാം, ചിലപ്പോൾ 30 സെക്കൻഡ് ആവാം, പക്ഷെ അതെന്ത് ചെയ്യാം, നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇവിടെയും ഓപ്ഷൻസ് എല്ലാം സെയിം. അങ്ങനെയാണെങ്കിൽ വോളിയം തന്നിട്ടുണ്ട് 2.5 m³, അത് ഡയറക്റ്റ് കിട്ടി. ഇതാ വെയിറ്റ് 2 tons. എന്താണ് ടൺ? അതും അറിയണം. 1 ടൺ എന്ന് പറഞ്ഞാൽ എത്ര? 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഇതെല്ലാം നമുക്ക് പല സബ്ജക്റ്റുകളിൽ ആവശ്യമുള്ളതാണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. സോ എന്ത് വരും? നമുക്ക് മാസ് ഡെൻസിറ്റി 1000/2.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എത്ര വരും? 400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സോ ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ? സോ ഇതും കണ്ടാൽ സിമ്പിൾ ആണ്, പക്ഷെ ഈ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം എന്നുള്ള കാര്യം അറിയത്തില്ലെങ്കിൽ ഇത്രയും സിമ്പിളായ മാസ് ഡെൻസിറ്റി ചോദിച്ചാൽ എഴുതാൻ പറ്റുമോ? ഇല്ല. സോ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വി ഷുഡ് ബി വെരി കെയർഫുൾ.
So next question. A small shear force is applied on an element and then removed. The element regains its original position. What kind of element can it be? നല്ലൊരു ക്വസ്റ്റ്യൻ. ഞാൻ ഇനിഷ്യലി ഏതോ ഒരു ക്വസ്റ്റ്യനിൽ സോളിഡ്സും ഫ്ലൂയിഡ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വെറുതെ ഒന്ന് പറഞ്ഞായിരുന്നു. അത് നിങ്ങൾക്ക് കേട്ട് മനസ്സിലായെങ്കിൽ ഈ ഉത്തരം എഴുതുക. വെരി സിമ്പിൾ. ഓ ഓ ഓ ഓ സോറി ഇവിടെ 2 ടൺ ഉണ്ടല്ലേ. ഓക്കെ വെരി ഗുഡ്. ഇവിടെ 2000/2.5 ആണ് കറക്റ്റ്. 800 വരെ. സോറി, ഞാൻ 1 ടൺ 1000 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഓക്കെ, 2 ടൺ ഉള്ളതുകൊണ്ട് 2000/2.5 ആണ്. 800 തന്നെ വരും. വെരി ഗുഡ്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയാണ്. 800 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. എ സ്മോൾ ഷിയർ ഫോഴ്സ് പ്ലേറ്റ് ഉണ്ട്. എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ, ഒരു സോളിഡ് ആണെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? ഒരു ഫിക്സഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡീഫോർമേഷൻ തന്നതിന് ശേഷം എന്ത് പറ്റുമെന്ന് പറഞ്ഞത്? അത് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അത് സോളിഡ് ആയിരിക്കും. ഫ്ലൂയിഡിലാണെങ്കിൽ കണ്ടിന്യൂസ് ഡീഫോർമേഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സോളിഡ്സിനകത്ത് തന്നെ ഒരു 2 പോയിന്റുകളുണ്ട്. അതായത് എലാസ്റ്റിക് സ്റ്റേറ്റും, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് എന്ന് പറയും. സോളിഡ്സ് എന്ന എലാസ്റ്റിക് സ്റ്റേറ്റും ഉണ്ട്, പ്ലാസ്റ്റിക് സ്റ്റേറ്റും ഉണ്ട്. എലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്ക് ഒരു സ്കെയിൽ തന്നെ എടുത്തോ. നിങ്ങളൊരു സ്റ്റീൽ സ്കെയിൽ എടുത്ത് വളച്ചിട്ട് ചെറുതായിട്ടൊക്കെ വളച്ചിട്ട് വിട്ടാൽ എന്ത് പറ്റും? അത് വീണ്ടും അതിൻ്റെ പഴയ പൊസിഷൻ റീഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ പഴയ ഇതിലേക്ക് വരും. അപ്പം അത് സോളിഡ് ആയതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റുന്നത്. പക്ഷേ എലാസ്റ്റിക് സ്റ്റേറ്റ് കഴിഞ്ഞാൽ അവിടെയും മാറ്റമുണ്ട്. എന്ത് പറ്റും? അതായത് സ്കെയിൽ എടുത്ത് ഭയങ്കരമായിട്ട് വളച്ചാൽ എന്ത് പറ്റും? അത് വളഞ്ഞ് തന്നെ ഇരിക്കുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അതിനകത്തൊരു ഡീഫോർമേഷൻ ഉണ്ടായതായിട്ട് കാണാൻ പറ്റും. പക്ഷെ അപ്പോഴും ഡീഫോം ചെയ്തുകൊണ്ടിരിക്കുമല്ല. ഈ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുമെന്നേ ഉള്ളൂ. ഇപ്പൊ സോളിഡ്സിനകത്തൊരു പർട്ടിക്കുലർ പോയിന്റ് വരെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഉണ്ടായ ഡീഫോർമേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ഈ ഡീഫോർമേഷൻ എന്ത് ചെയ്യും? റീഗെയിൻ ചെയ്യും. അങ്ങനെ വരുന്ന എന്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അല്ല എന്ത് കൈൻഡ് എലമെന്റ്? ഇറ്റ് വിൽ ബി സോളിഡ്സ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. എന്തിനൊക്കെയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്? Newton's law of viscosity depend upon stress and strain in a fluid, shear stress, pressure and velocity, shear stress and rate of strain, viscosity and shear stress. എന്തായിരിക്കും? Again മൂവിങ് ബാക്ക് ടു നമ്മുടെ സോളിഡ്സും ഫ്ലൂയിഡ്സും തമ്മിൽ ഉള്ള വ്യത്യാസം. അതായത് ഇത് ഒരു സോളിഡ് ആണെന്ന് വെച്ചോ. ഞാൻ പറഞ്ഞു ഇതൊരു ഫോഴ്സ് കൊടുത്താൽ എന്ത് പറ്റും? ഇതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡി തീറ്റ ഉണ്ടായാൽ, ആ ഫോഴ്സ് കൊടുത്താൽ ഡി തീറ്റ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. അതിനുശേഷം എന്ത് ചെയ്യും? ഡി തീറ്റ ഉണ്ടായി, അതിനുശേഷം എന്ത് ചെയ്യും? അത് അങ്ങനെ തന്നെ നിൽക്കും, പ്രൊവൈഡഡ് ഈ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് തന്നെ കൊടുക്കുന്നതെങ്കിൽ. അല്ലെങ്കിൽ ഈ ഫോഴ്സിനൊക്കെ കൂട്ടിയാലേ ഇതെന്ത് ചെയ്യത്തുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് ഡി തീറ്റ എന്ന് കൂടത്തുള്ളൂ. പക്ഷെ ഈ സെയിം സാധനം ഇതേ ഷേപ്പിലുള്ള ഒരു വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചേക്കുമെന്ന് വെച്ചോ. അതിനകത്ത് ഞാൻ എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? ഇതെന്ത് ചെയ്യും? ആദ്യം കുറച്ച് സമയം കഴിയുമ്പോൾ ഇത്രയും വരും. പിന്നെയും ഈ സെയിം ഫോഴ്സ് വെച്ചുകൊണ്ടിരുന്നത് എന്ത് പറ്റും? നമുക്കിതിങ്ങനെ നീണ്ട് പോകുന്നതായിട്ട് കാണാം. അതായത് എന്ത് സംഭവിക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടൈം ഇതിൻ്റെ ഡീഫോർമേഷൻ കൂടുന്നതായിട്ട് കാണാം. ഈ സെയിം എഫ് തന്നെ അപ്ലൈ ചെയ്താൽ പോലും ഫ്ലൂയിഡിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡീഫോർമേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അത് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഡീഫോർമേഷൻ. അപ്പോൾ അതുകൊണ്ട് സോളിഡിനെ പറ്റി പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്തേ പറയത്തുള്ളൂ? സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്നേ പറയുന്നുള്ളൂ.
അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അവിടെ ഒന്നും സോളിഡ്സിലൊന്നും സമയത്തിനനുസരിച്ച് എത്രമാത്രം ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും എന്ന് പഠിക്കുന്നില്ല. പക്ഷെ ഫ്ലൂയിഡിൽ നമ്മൾ എന്താ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോർമേഷൻ നടക്കുക. അതായത് സമയത്തിനനുസരിച്ച് ഡിഫോർമേഷൻ കൂടുകയോ കുറയുകയോ എന്തോ ചെയ്യുമല്ലേ. സോ സോളിഡ്സിൽ എപ്പോഴും നമ്മൾ പഠിക്കുന്നത് എന്തായിരിക്കും, ഇത് സോളിഡും ഫ്ലൂയിഡും ആണ്. സോളിഡിൽ നമ്മൾ പഠിക്കുന്നത് സ്ട്രെയിൻ ആണെങ്കിൽ, ഫ്ലൂയിഡിൽ ഞാൻ പറഞ്ഞു ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിൽ വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും എപ്പോഴും പഠിക്കുന്നത്, റേറ്റ് ഓഫ് സ്ട്രെയിൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടാൽ മതി ഇനി എപ്പോഴായാലും. ഫ്ലൂയിഡിൽ എപ്പോഴും റേറ്റ് ഓഫ് സ്ട്രെയിനെ പറ്റിയേ പഠിക്കത്തുള്ളൂ. സോളിഡ്സിലാണ് എന്ത് പഠിക്കുന്നത്, സ്ട്രെയിനിനെ പറ്റി പഠിക്കുന്നത്. അതൊരു മേജർ ഡിഫറൻസ് ആണ് ഇതിനുള്ളിൽ. റേറ്റ് ഓഫ് സ്ട്രെയിൻ ആണെന്ന് പഠിച്ചു. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ നമുക്ക് തരുന്നുണ്ട്. ന്യൂട്ടൺ ടോ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു മ്യൂ ഡി തീറ്റ ബൈ ഡി ടി, അല്ലെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഡി യു ബൈ ഡി വൈ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് രണ്ട് ഇക്വേഷൻ. ഇപ്പം ഇതിനകത്ത് ന്യൂട്ടൺ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഡി തീറ്റ ബൈ ഡി ടി ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ ആയിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ശരിക്കും പറയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാനൊരു പരിധിക്കപ്പുറം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്ന പോയിന്റ്സ് മാത്രം ഞാൻ ക്രിസ്പായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഈ പോയിന്റ്സ് എല്ലാം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും. സോ അത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് എടുക്കുക. ഇപ്പം നമ്മുടെ LTQ ആയതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന പോയിന്റ്സ് മാത്രം ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു പോകും. ഇപ്പം ഡി തീറ്റ ബൈ ഡി ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് നമ്മൾ പറഞ്ഞോളൂ, റേറ്റ് ഓഫ് സ്ട്രെയിൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ എന്ന് പറയാം. റേറ്റ് ഓഫ് സ്ട്രെയിൻ അല്ലെങ്കിൽ ഓവർ നെയിം എന്ന് പറയാം. എന്ത് പറയാം, റേറ്റ് ഓഫ് ഡിഫോർമേഷൻ. ഇനി ഡി യു ബൈ ഡി വൈ ഉണ്ടല്ലോ, ഇതിന് പേര് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന്. ഓക്കെ, അപ്പം നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് എന്തോ, റേറ്റ് ഓഫ് ഡിഫോർമേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് സ്ട്രെയിൻ ആർക്ക് തുല്യോ, വെലോസിറ്റി ഗ്രേഡിയന്റിന് തുല്യോ. അതുകൊണ്ടാണ് ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഡി യു ബൈ ഡി വൈ അല്ലെങ്കിൽ ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്ന രണ്ടിത് വരുന്നത്. ഓക്കെ, അപ്പം ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റിയിൽ ശരിക്കും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു മൂവിങ് പ്ലേറ്റും ഒരു സ്റ്റേഷനറി പ്ലേറ്റും ഉണ്ടെന്ന് വെച്ചോ. ഇതിന്റെ ഇടയിൽ എന്താ, ഫ്ലൂയിഡിന്റെ ലെയർ ഉണ്ടെങ്കിൽ ഈ മൂവിങ് പ്ലേറ്റ് എന്ന് പറഞ്ഞില്ല, അതിന് ഞാൻ v ഒരു വെലോസിറ്റി കൊടുത്ത് വലിക്കുവാണെങ്കിൽ എന്ത് പറ്റും, ഈ പ്ലേറ്റിനോട് ചേർന്നിരിക്കുന്ന ഈ വെള്ളത്തിന്റെ ലെയർ എന്ത് ചെയ്യും, ഈ പ്ലേറ്റിനൊപ്പം പോകാൻ നോക്കും. പക്ഷെ ഇവിടെ ഉള്ള ഒരു ഫ്ലൂയിഡും അതിന്റെ തൊട്ട് താഴെയുള്ള ഫ്ലൂയിഡിന്റെ ലെയറിന്റെയും ഇടയിൽ എന്ത് പറ്റും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. കാരണം റിലേറ്റീവ് ഫ്ലൂയിഡിന്റെ ലെയറുകൾ പരസ്പരം ഉരസി മുകളിലും താഴെയായിട്ട് ഉറഞ്ഞ് നീങ്ങാൻ ശ്രമിക്കുക. രണ്ടുപേരുടെ വെലോസിറ്റി എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും, പ്ലേറ്റിന്റെ കൂടെ പോകാൻ നോക്കും, അതിന്റെ തൊട്ട് താഴെയുള്ള ആൾ എന്ത് ചെയ്യും, അത്രയും വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഒന്ന് അങ്ങനെ പോകുന്നതിനെ ഒന്ന് തിരിച്ചു വലിക്കാൻ നോക്കും. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ എന്താവും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ആ റെസിസ്റ്റൻസ്, ഫ്ലൂയിഡിൻ ലെയേഴ്സിന്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റൻസിന് പറയുന്ന പേരാണെന്തോ, വിസ്കോസിറ്റി. അപ്പൊ അതും ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലൂയിഡ് ലെയേഴ്സിന്റെ ഇടയിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞു തന്ന്, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ച ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ അദ്ദേഹത്തിന് മനസ്സിലായത്, ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വെലോസിറ്റി കൊടുത്ത് വന്നു എന്ന് പറഞ്ഞു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഫോഴ്സ് പാരലായിട്ട് കൊടുക്കണം വെള്ളത്തിന്റെ ലെയറിന്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവുമല്ലോ. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കൊടുക്കുന്ന ഫോഴ്സ്, ഈ ഫോഴ്സ്
ഡിവൈഡഡ് ബൈ ഇതൊരു ഏരിയ. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് എടുത്ത് പറയുന്നു. സോ ഇതൊരു പ്ലേറ്റാന്ന് വെച്ചോ. ഇതിനടിയിൽ വെള്ളത്തിൻ്റെ ലെയറുണ്ട്, താഴെ സ്റ്റേഷനറി ആയിട്ടുള്ള ഇത്. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് എഫ് കൊടുത്തെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ആക്ട് ചെയ്യുന്നത് ഇതാ ഈ ഒരു ഏരിയയുടെ പുറത്താണല്ലോ. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഷിയർ സ്ട്രെസ് ന്യൂട്ടൺ പറഞ്ഞു എന്തോ, ഈ ഷിയർ സ്ട്രെസ് വിൽ ബി പ്രപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആണ്. ഈ ഷിയർ സ്ട്രെസ് എന്തിന് പ്രപ്പോർഷൻ, അല്ലെങ്കിൽ എത്രത്തോളം ഷിയർ സ്ട്രെസ് ഉണ്ടാവും എന്നുള്ളത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ എത്രത്തോളം റേറ്റ് ഓഫ് ഡീഫോർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം റേറ്റ് ഓഫ് സ്ട്രെയിൻ ഉണ്ട് എന്നതിനെ ആസ്പദമാക്കും. പക്ഷെ നമുക്കറിയാം ഡി തീറ്റ ബൈ ഡി ടി ആർക്ക് തുല്യ? വെലോസിറ്റി ഗ്രേഡിയന്റിന്. അതുകൊണ്ട് എങ്ങനെയും പറയാം ഷിയർ സ്ട്രെസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇതാണ് എന്ത് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ അദ്ദേഹം പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഈ പ്രപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ്, അതാണെന്ത് മ്യൂ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. അതിന്റെ പേര് ഡൈനാമിക് വിസ്കോസിറ്റി എന്നാണ്. വിസ്കോസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താ? ഫ്രിക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്ലൂയിഡ് ലെയേഴ്സ് വൈൽ ദേ ആർ ഇൻ റിലേറ്റീവ് മോഷൻ. അതാണ് ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയാം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രെയിൻ എന്ന് പറയുന്നത് സോളിഡിലേ ഉള്ളൂ, അതൊരിക്കലും വരത്തില്ല. നെക്സ്റ്റ് ഷിയർ സ്ട്രെസ്, പ്രഷർ ആൻഡ് വെലോസിറ്റി. നോ, ഇതൊന്നുമില്ല. ഷിയർ സ്ട്രെസ് ആൻഡ് റേറ്റ് ഓഫ് സ്ട്രെയിൻ, അത് വേണമെങ്കിൽ സാധ്യതയുണ്ട്. ഓപ്ഷൻ ഡിയോ വിസ്കോസിറ്റി ആൻഡ് ഷിയർ സ്ട്രെസ്, അതും ശരിയല്ലേ? ഇക്വേഷനിലൊക്കെ ഉണ്ട്. ഷിയർ സ്ട്രെസ് ഉണ്ട്, വിസ്കോസിറ്റി ഉണ്ട്, ഷിയർ സ്ട്രെസ് ഉണ്ട്, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഉണ്ട്. ഏതായിരിക്കും? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ശരിക്കും ആര് പറയുന്നത്? ന്യൂട്ടൺ പറയുന്നത്. അദ്ദേഹം പ്രപ്പോർഷണാലിറ്റി പറയുന്നത്. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ആ പ്രപ്പോർഷണാലിറ്റി കളയാൻ നമ്മൾ കൊടുത്ത കോൺസ്റ്റന്റ് ആണെന്ത്? വിസ്കോസിറ്റി. സോ എന്തായിരിക്കും? ആരെയൊക്കെ തമ്മില? ഷിയർ സ്ട്രെസ്സും റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ തമ്മിലുള്ള റിലേഷൻ ആണെന്ത്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അല്ല വിസ്കോസിറ്റിയും ഷിയർ സ്ട്രെസ്സും തമ്മിലുള്ള ഇതാണോ? അല്ലല്ല, അത് നമ്മൾ കോൺസ്റ്റന്റ് ആണ് വിസ്കോസിറ്റി കൊടുക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ വിസ്കോസിറ്റി ഒക്കെ കാണുമ്പോൾ ഓപ്ഷൻ ഡി എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ബട്ട് ബി വെരി കെയർഫുൾ.